നമസ്കാരം. വെള്ളത്തിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ ഒരു പുതിയ വ്യാപാരാഴ്ചയാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യ US ട്രേഡ് ഡീൽ സംബന്ധിച്ച അനിശ്ചിതങ്ങളുണ്ട്. ട്രംപ് താരിഫ് പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നുള്ള നിരവധി ഘടകങ്ങളാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ ഒന്നാം പാദത്തിലെ പാദഫലങ്ങൾ വരുന്നു. ഇത് വിപണിയെ എങ്ങനെ സ്വാധീനിക്കും? ഇങ്ങനെ നിരവധി ഘടകങ്ങളാണ് വിപണിയെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 18 വർഷങ്ങളിൽ ജൂലൈ മാസത്തിലെ ഒരു കണക്കുകൾ അല്ലെങ്കിൽ സീസണാലിറ്റി നോക്കുമ്പോൾ പൊതുവെ അനുകൂല ഒരു മാസമായിട്ടാണ് ബുള്ളുകൾക്ക് അല്ലെങ്കിൽ വിപണി മുന്നേറുന്ന ഒരു ചരിത്രമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും ഈ ഒരു ജൂലൈ അങ്ങനെ ആകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തക്ക വികാസങ്ങൾ കാത്തു നിൽക്കുന്ന ഒരാഴ്ചയാണ് മുന്നിലുള്ളത്. ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിക്ഷേപകർ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 6 ഘടകങ്ങൾ ഈ വരുന്ന ആഴ്ചയിലേക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യ US ട്രേഡ് ഡീൽ സംബന്ധിച്ച ഒരു ഘടകങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇങ്ങോട്ടൊരു 3 മാസക്കാലത്തോളം വളരെയധികം ചർച്ചകളൊക്കെ നടന്ന് മുന്നേറിയെങ്കിൽ പോലും തുടക്കത്തിൽ ഏപ്രിൽ ആദ്യം ഏകപക്ഷീയമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി വിവിധ രാജ്യങ്ങൾക്കെതിരെ അധിക ഇറക്കുമതി ചുങ്കം അധിക ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതിനോട് ചൈന ഉൾപ്പെടെയുള്ള വിവിധ യൂറോപ്യൻ യൂണിയനുമൊക്കെ ഒരു റിറ്റാലിയേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതികാര നടപടികളെ പോലെ അവരും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കെതിരെ വിവിധ രീതിയിൽ നികുതികളൊക്കെ ചുമത്തിയിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ വളരെ സമയത്തോടെ കാര്യങ്ങളെ നേരിട്ടിരുന്ന ഇന്ത്യ ആകട്ടെ ഒരു അനുനയത്തിൻ്റെ പാതയിലൂടെ ചർച്ചകൾ ഒരു ട്രേഡ് നെഗോസിയേഷൻ നടത്തിയൊരു ഇടക്കാല വ്യാപാര കരാർ അല്ലെങ്കിൽ ഒരു ഇൻ്റർം ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. തുടക്കഘട്ടത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങളാണ് കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 26-ന് ഇന്ത്യൻ ഡെലിഗേറ്റ്സ് അവസാനമായി അവിടെ പോയിരുന്നു. പക്ഷേ ഈ വെള്ളിയാഴ്ചയോടുകൂടി ജൂലൈ 4 അവർ മടങ്ങിയെത്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു വളരെ നീണ്ട ചർച്ചകൾക്ക് ശേഷവും ഇന്ത്യ US ട്രേഡ് ഡീൽ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു കാണാനാകുന്നത്. ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അത് ജൂലൈ 8-ന് കഴിഞ്ഞ 3 മാസമായിട്ട് പ്രസിഡന്റ് ചുമത്തിയിരുന്ന ട്രംപ് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരുന്ന അധിക ഇറക്കുമതി തീരുവ സംബന്ധിച്ചുള്ള തീരുമാനം മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കാലാവധി സമയപരിധിയാണ് ജൂലൈ 8-ന് തീരുന്നത്. അപ്പോൾ ഇങ്ങനെയെങ്കിൽ ജൂലൈ 9 മുതൽ വീണ്ടും അധിക ഇറക്കുമതി ചുങ്കം എന്നുള്ള ഒരു നിബന്ധന പ്രാബല്യത്തിൽ വരികയാണ്. ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ മുതൽ അദ്ദേഹം പല രാജ്യങ്ങൾക്കും എത്രയൊക്കെ താരിഫായിരിക്കും, അതായത് നെഗോസിയേഷൻ്റെ പാതയിലേക്ക് വരാത്തുള്ള രാജ്യങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ അദ്ദേഹം US ചുമത്താൻ പോകുന്ന ഘടകങ്ങളെക്കുറിച്ചും നികുതികളെ വ്യക്തമാക്കിക്കൊണ്ടുമുള്ള കത്തുകൾ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ആദ്യമൊക്കെ ഒരു റിറ്റാലിയേറ്ററി പൊസിഷൻ എടുക്കാതിരുന്നിട്ടും നമുക്കൊരു ട്രേഡ് ഡീലിലേക്ക് എത്താൻ കഴിയാതിരുന്നതിനെ വളരെയധികം മാർക്കറ്റ് വളരെ ആശങ്കയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അപ്പം ആ ഒരു 8 അല്ലെങ്കിൽ 9 തീയതിക്ക് മുന്നേ അവസാന ശ്രമം എന്നുള്ള നിലയിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പോലും ചൈനയ്ക്ക് ശേഷം വളരെ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ട്രേഡ് ഡീൽ ഇന്ത്യയായിട്ട് നടക്കുമെന്നുള്ള സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ അതിൻ്റെ ഒടുവിലാണ് ഇന്ത്യൻ ഡെലിഗേഷൻസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിസംഘം അവിടെ എത്തിയിട്ട് പോലും കാര്യങ്ങൾ ഒരു അന്തിമ തീരുമാനത്തിലെത്താതിരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിൽ ആ ഡെഡ് ലൈൻ വരികയാണ്. ജൂലൈ 9 മുതൽ വീണ്ടും ആ ഒരു അധിക ഇറക്കുമതി ചുങ്കം ഏപ്രിൽ പറഞ്ഞിരുന്ന അതേ നിരക്കിലുള്ളൊരു ഇറക്കുമതി ചുങ്കം പ്രാബല്യത്തിലുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ട്രംപിൻ്റെ ഇപ്പോഴത്തെ പല തീരുമാനങ്ങളും കാണുമ്പോൾ ആദ്യമൊക്കെ ഒരു സമ്മർദ്ദമുണ്ടാക്കും, വലിയ രീതിയിലുള്ള ഒരു വാഗ്ദാനം നടത്തും. പക്ഷേ പിന്നീട് തീരുമാനങ്ങൾ മാറ്റിവെക്കപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരം പ്രതീക്ഷകൾ ഒക്കെ മുന്നിലുണ്ടെങ്കിൽ പോലും ഇന്ത്യ US ട്രേഡ് ഡീൽ നമ്മൾ ആദ്യം അവർക്കെതിരെ റീറ്റാലിയേറ്ററി ആയിട്ട് ഒരു സ്റ്റെപ്പ് പോലും എടുക്കാതെ പ്രതികാര നടപടികൾ എടുക്കാതെ ചർച്ചകളുടെ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് ആ ഒരു ട്രേഡ് ഡീലിലേക്ക് എത്താതിരുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനം വരുന്നതിനനുസരിച്ചൊരു നെഗറ്റീവാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കൊമേഴ്സ് മിനിസ്റ്റർ അല്ലെങ്കിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ഭാഗത്തു നിന്നായാൽ പോലും ഒരു ഫൈനലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതി, അതായത് ഡെഡ് ലൈൻ്റെ ബേസിലൊരു എഗ്രിമെൻറ്റിലേക്ക് ഇന്ത്യ പോകില്ല. പകരം ഒരു വളരെ കോംപ്രഹെൻസീവായിട്ട് വിൻ സിറ്റുവേഷൻ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാകുന്നൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ധാരണ എത്തുന്നൊരു പക്ഷം മാത്രമേ ഒരു വ്യാപാര കരാറിലേക്ക് എത്തൂ എന്ന് സൂചിപ്പിച്ചതിലൂടെ തന്നെയാണ് ഈ ഒരു അനിശ്ചിതാവസ്ഥ പുറത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച റിപ്പോർട്ടുകളാണെങ്കിൽ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നോംസ് പ്രകാരം ഈ US ഓട്ടോ കമ്പോണൻസിനൊക്കെ US ചുമത്തിയിട്ടുള്ള നികുതിക്കെതിരെ ഇന്ത്യ ഒരു റീറ്റാലിയേറ്ററി ആയിട്ടുള്ള ഡ്യൂട്ടീസ് ചുമത്തുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺസേൺ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈമിലേക്കും മാർക്കറ്റിൻ്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു കുതിപ്പിനെ തടയിടാൻ പറ്റുന്ന ഒരു ഘടകമായിട്ട് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരാൻ നെഗറ്റീവ് ഒരു ഫേവറബിൾ ഔട്ട്കം വരുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും.
ഇൻഫർമേഷൻ, IT, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോ കമ്പോണൻറ്റ്സ് ഒക്കെ പോലെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിനെ സംബന്ധിച്ച് ഒരു ഷോർട്ട് ടൈമിലേക്ക് നെഗറ്റീവ് നൽകാവുന്നൊരു ഇത് ഘടകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ-US ട്രേഡിൽ സംഭവിക്കുന്നില്ല, അത് വീണ്ടും മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് പ്രത്യേക US മാർക്കറ്റിനെ കേന്ദ്രീകരിച്ച് ട്രേഡ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സും കമ്പനികളിൽ ഓഹരികളും കൈവശമുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം പറയുന്നത്, ഇന്ത്യ-US ട്രേഡിൽ സംബന്ധിച്ചിട്ടുള്ള ഒരു അനിശ്ചിതത്വം. പക്ഷേ ഈ 9 തീയതിക്ക് മുന്നേ ഏതെങ്കിലും രീതിയിൽ ഫേവറബിൾ ഔട്ട്കം വരികയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് മാറുന്ന ഒരു ഘടകവുമാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ട്രംപ് താരിഫ്, അതായത് ഇപ്പോൾ ഇന്ത്യ-US ഡീലിന് പുറമെ വിപണി ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് യൂറോപ്യനും തമ്മിലുള്ള ട്രേഡ് നെഗോസിയേഷൻസ് ആണ്. ഇപ്പോൾ ചൈനയുമായിട്ടുള്ള വിഷയങ്ങൾ ഏറെക്കുറെ പരിഹരിച്ച് ട്രംപ് തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. മറിച്ചൊരു വാദം ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച്, ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ച് US ചൈന തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ട് നിൽക്കുന്നത് സ്റ്റെബിലൈസ് ചെയ്യുന്നൊരു ഘടകം തന്നെയാണെങ്കിൽ പോലും, പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ലോകത്തെ ഏറ്റവും വലിയ 2-way ട്രേഡ് റിലേഷൻഷിപ്സ് ആണ് US-ഉം യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ളത്. പല രാജ്യങ്ങളുടെ ഒരു ബ്ലോക്ക് തമ്മിലുള്ള യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ ദോഷകരമായി ബാധിക്കാവുന്ന പ്രസ്ഥാനങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തും വരുന്നുണ്ട്. ട്രംപിൻ്റെ ഇത്തരം ഭീഷണികൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം വാദങ്ങൾക്കെതിരെ അതേ രീതിയിൽ മറുപടി നൽകണമെന്നുള്ള ഒരു അഭിപ്രായം യൂറോപ്യൻ യൂണിയനിലും ശക്തമാകുന്നുണ്ട്. അതായത് വ്യാപാര ബന്ധം പകരച്ചുകൊക്കെ തമ്മിലുള്ളൊരു ബന്ധം വഷളാകുന്നത് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പറ്റുന്നൊരു ഘടകമാണ്. ഇപ്പം നാളെ എന്തായാലും തിങ്കളാഴ്ചയോടെ അദ്ദേഹം 12 രാജ്യങ്ങൾക്കാണ് റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ലെറ്റേഴ്സ് അയക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് യൂറോപ്യൻ യൂണിയൻ ഉണ്ടോ, യൂറോപ്യൻ യൂണിയൻ എത്ര ചുമത്തി എന്നുള്ളത് സംബന്ധിച്ചുള്ള എത്രത്തോളം നികുതിയാണ് ചുമത്താൻ പോകുന്നുള്ളത് വളരെ വിപണി ഉറ്റുനോക്കുന്നൊരു ഘടകമാണ്. എന്തായാലും അത് സംബന്ധിച്ചുള്ളൊരു അൺസർട്ടനിറ്റി നാളെ മാറി കിട്ടും. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഒരു ഇമ്പാക്റ്റ് ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചതിന് 10% മുകളിലാണ്. ഇപ്പോൾ ഏപ്രിൽ ആദ്യം അദ്ദേഹം ട്രംപ് 20% നികുതിയായിരുന്നു യൂറോപ്യൻ യൂണിയൻ ചുമത്തിയിരുന്നു. പിന്നീട് അത് ഒരു ബേസ് താരിഫായിട്ടുള്ള ഒരു 10 കുറച്ചിരുന്നു. എന്നിട്ട് ജൂലൈ 9 വരെയുള്ള ഡെഡ് ലൈൻ ആയിരുന്നു നിശ്ചയിച്ചിരുന്നത്. അതിന് മുന്നിൽ ഒരു നെഗോസിയേഷൻ നടത്തിയൊരു ഒരു ഉടമ്പടിയിൽ അല്ലെങ്കിൽ ഒരു വ്യാപാര കരാറിൽ എത്താൻ വേണ്ടിയിട്ടായിരുന്നു, ട്രേഡ് അഗ്രിമെൻറ്റിൽ എത്താൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചിരുന്നത്. പക്ഷേ അവർ തമ്മിലുള്ള നെഗോസിയേഷൻ ഇടയ്ക്ക് വഷളാകുന്നതായിട്ട് കാണുന്നത്. കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ ട്രംപ് 50% വരെ യൂറോപ്യൻ യൂണിയൻ്റെ പ്രോഡക്ട്സുകൾ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിലേക്ക് ഇറക്കുമതി അല്ലെങ്കിൽ കയറ്റി അയക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ 50% വരെ നികുതി ചുമത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ US-ഉം യൂറോപ്പും തമ്മിലുള്ള ഒരു ബന്ധം വഷളാകുന്നത് പലതരത്തിലും ഇമ്പാക്റ്റ് ഉള്ളൊരു വിഷയം തന്നെയാണ്. അപ്പം ഈ യൂറോപ്പ് ഇതിനോട് ഇപ്പം നാളത്തെ നേരത്തെ പറഞ്ഞതിനെക്കാട്ടും നികുതി കൂടുതൽ ചുമത്തുകയാണെങ്കിൽ യൂറോപ്പ് എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ള മാർക്കറ്റിന് വളരെ നിർണായകമാണ്. ഇപ്പം യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കെതിരെ റീറ്റാലിയേറ്ററി സ്റ്റെപ്പ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം US-ന് ബീഫ് എയർക്രാഫ്റ്റൊക്കെ പോലെ ഏകദേശം 28 ബില്യൺ യൂറോ വരെയുള്ള വലിയൊരു എമൗണ്ട് ഓഫ് ട്രേഡ് നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ളൊരു ഈ US-ഉം യൂറോപ്യൻ യൂണിയനും തമ്മിലൊരു ബന്ധം വഷളാകുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. കാര്യം ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി മാർക്കറ്റിലും കറൻസി മാർക്കറ്റിലും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ ഈ രണ്ട് മാർക്കറ്റിലൊരു വിഷയമുണ്ടായി, ഒരു കൺസ്യൂമർ ഭാഗത്തിന് ഇൻഫ്ലേഷനുള്ള ഒരു ഷൂട്ടപ്പ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ വളരെ കൺസർവ് സ്റ്റെപ്പ് എടുക്കുന്ന US ഫെഡറൽ റിസർവ്, US-ൻ്റെ കേന്ദ്ര ബാങ്കായ US ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ പലിശ നിരക്ക് ഇപ്പോൾ ജൂലൈ മുതലുള്ള അല്ലെങ്കിൽ അടുത്ത ഓഗസ്റ്റിലുള്ള FOMC മീറ്റിംഗിൽ കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷ വീണ്ടും മങ്ങും. അതായത് വീണ്ടും US-ൽ താരതമ്യേന ഉയർന്ന പലിശ വീണ്ടും കൂടുതൽ കാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണ്ടും പലിശ നിരക്ക് അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് US-ഉം യൂറോപ്പും തമ്മിലൊരു ട്രേഡ് വാറിലേക്ക് പോകുന്നതും US-ലെ മാർക്കറ്റിനെ ക്ഷീണിപ്പിക്കാൻ അവിടുത്തെ ഒരു കമ്പയറബിളി ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് US മാർക്കറ്റ്. അങ്ങനെ US മാർക്കറ്റിനെ ക്ഷീണിപ്പിക്കുന്ന ഒരു ഘടകം എന്നുള്ള ഗ്ലോബലി തന്നെ ഒരു മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കാവുന്ന ഒരു ഗ്ലോബൽ എക്കണോമിക് അൺസർട്ടനിറ്റിക്കും വഴി തെളിയിക്കാവുന്ന ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ US യൂറോപ്പ് തമ്മിലുള്ള ട്രേഡ് നെഗോസിയേഷൻസ്, അവർ ട്രേഡ് ഡീൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള നികുതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളൊക്കെ മാർക്കറ്റിനെ അടുത്തയാഴ്ച സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വിഷയങ്ങൾ വിടാതെ പിന്തുടരേണ്ടതുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ നമ്മൾ രണ്ടും പറഞ്ഞത് ഒരു ഗ്ലോബൽ ക്യൂസാണ്, അല്ലെങ്കിൽ പുറത്തുനിന്നും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് വരുന്ന ആഴ്ചയിൽ
നടപ്പ് സാമ്പത്തിക വർഷത്തെ ഒന്നാം പാദഫലങ്ങളാണ് കോർപ്പറേറ്റ് കമ്പനികളുടെ. അപ്പം ഈ ആഴ്ചയിൽ, അതായത് ജൂലൈ 7 മുതൽ 11 വരെയുള്ള ഈ പുതിയ വ്യാപാര ആഴ്ചയിൽ 42 BSE ലിസ്റ്റുള്ള 42 കമ്പനികൾ, അല്ലെങ്കിൽ ഒരു 42 ലിസ്റ്റഡ് കമ്പനികളാണ് ഏപ്രിൽ ജൂൺ ക്വാർട്ടറിലെ, അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഒന്നാം പാദഫലം സാമ്പത്തിക പ്രകടനം പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വിപണി ഉറ്റുനോക്കുന്ന TCS ഉണ്ട്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയാണ്. ടാറ്റ എൽക്സിയുടെ ഉണ്ട്. ഇവർ രണ്ടുപേരുടെയും ജൂൺ ക്വാർട്ടർ റിസൾട്ട് അല്ലെങ്കിൽ ഒന്നാം പാദഫലം ജൂലൈ 10 വരും. അപ്പം അതുപോലെ തന്നെ ജൂലൈ 11, അതായത് വെള്ളിയാഴ്ച DMartൻ്റെ ഉണ്ട്, റീറ്റെയിൽ സെക്ടറിൽ നിന്നുള്ള കമ്പനിയുടെ ഉണ്ട്. അപ്പം ഇത് രണ്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് ചില ക്ലൂകൾ തരാൻ നൽകുന്നതാണ്. അപ്പോൾ എന്തായാലും വിപണി പ്രതീക്ഷേൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനികളുടെ TCSൻ്റെ DMartൻ്റെയൊക്കെ റിസൾട്ട് വരുന്നതെങ്കിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഘടകം തന്നെയാണ്. മറിച്ച് പ്രതീക്ഷയിലും ഉയർന്ന മികച്ചൊരു റിസൾട്ടാണ് ഇവർക്ക് കാഴ്ചവെക്കുന്നതെങ്കിൽ മാർക്കറ്റിൻ്റെ ഈ ഗ്ലോബലായിട്ടുള്ള ഫാക്ടേഴ്സ് അൺസർട്ടനായിട്ട് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ സപ്പോർട്ടീവ് ആകുന്നൊരു ഘടകമാണ്. അതായത് ഒരു ഗ്ലോബൽ ഫാക്ടേഴ്സ് കാരണം വലിയ സെൽ ഓഫ് വന്നാലും പിടിച്ചു നിർത്താൻ സഹായിക്കുന്നൊരു ഘടകമായി മാറും. അതുകൊണ്ട് തന്നെ Q1 റിസൾട്ട് ഇവിടെ മുൻകാലങ്ങളേക്കാൾ വളരെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഘടകമായി മാറുകയാണ്. അപ്പം Q1 റിസൾട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടും കമ്പനികളുടെ റിസൾട്ടിന് ശേഷമുള്ള മാനേജ്മെൻറ്റ് കമൻട്രി നമ്മൾ നോക്കണം. ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്ത്, പ്രത്യേകിച്ച് ഈ ഇന്ത്യ US ട്രേഡിൽ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്ത നിൽക്കുന്ന ഒരവസ്ഥയിൽ അവർ ഗ്രോത്ത് ഗൈഡൻസ് നൽകുന്നത് നമ്മൾ നോക്കണം. അതായത് മുന്നോട്ടേക്ക് കമ്പനി എത്രത്തോളം വളരുമെന്ന് അതിനെക്കുറിച്ച് കമ്പനിയോട് തന്നെ ഒരു അനുമാനം, പ്രതീക്ഷയും എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു വളരെ നിർണായകമാണ്. അപ്പം കമ്പനിയുടെ ഒന്നാം പാദഫലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ നമ്പേഴ്സ് നോക്കുന്നതിനൊപ്പം, ഏണിങ്സ് നമ്പേഴ്സ് നോക്കുന്നതിനൊപ്പം തന്നെ അവരുടെ ഗ്രോത്ത് ഗൈഡൻസ്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് കമൻട്രി, ഈ ബാക്കിയുള്ള ഒരു സിനാറിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഘടകങ്ങളൊക്കെ ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിസൾട്ടുകൾ നോക്കുമ്പോൾ നോർമലി ഇയർ ഓൺ ഇയർ വാർഷികമായിട്ടുള്ള വർധനയായിരിക്കും പറയുന്നത്. പക്ഷേ നമ്മൾ സീക്വൻഷ്യലായിട്ടുള്ള അവർ പെർഫോമൻസും നോക്കണം. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ തൊട്ട് മുന്നത്തെ പാദവുമായിട്ടുള്ളൊരു ഇതും നോക്കണം. സീക്വൻഷ്യലായിട്ടൊരു ഗ്രോത്ത് ഉള്ളെങ്കിലാണ് കമ്പനിയുടെ ഒരു ഓപ്പറേഷൻസ് ലെവൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ലെവൽ കമ്പനി ഒരു ബെറ്റർ പെർഫോമൻസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇയർ ഓൺ ഇയർ നോക്കേണ്ടതല്ല, അതാണ് പ്രാഥമികമായി നോക്കേണ്ടത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ സീക്വൻഷ്യലായിട്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറുള്ള കമ്പനിയുടെ പെർഫോമൻസ് നോക്കുന്നത് ഇച്ചിരി കൂടെ ഒരു ബെറ്റർ നമുക്കൊരു കമ്പനിയുടെ ഒരു പ്രവർത്തനത്തെ പറ്റിയുള്ള ക്ലാരിറ്റി നൽകുമെന്നാണ് സൂചിപ്പിച്ചത്. അപ്പം ഇത്തവണത്തെ ഒന്നാം പാദഫലം ഈ ആഴ്ച മുതൽ വരികയാണ്. അപ്പോൾ ഈ ആഴ്ച 42 കമ്പനികളാണ് ഒന്നാം പാദഫലം പ്രഖ്യാപിക്കുന്നതിൽ. TCS ഉണ്ട്, ടാറ്റ എൽക്സി ഉണ്ട്, DMartഉം ഉണ്ട്. ഇതിൽ TCSൻ്റെയും DMartൻ്റെയും റിസൾട്ടുകൾ വിപണി ഉറ്റുനോക്കുന്നതാണ്. പ്രതീക്ഷന് മുകളിലാണെങ്കിൽ മാർക്കറ്റെ സംബന്ധിച്ച് പോസിറ്റീവാണ്, നെഗറ്റീവ് ആണെങ്കിൽ അത് മാർക്കറ്റെ സംബന്ധിച്ച് വളരെയധികം വറിയിടാക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പം പിന്നീട് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് നാലാമത്തെ ഘടകമെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു നിലപാടാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഒരു തുടർച്ചയായ സെല്ലിംഗ് സൈഡിലായിരുന്നു. ഒരു വലിയ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു സെല്ലിംഗ് ഒന്നുമല്ല. ഒരു മാർക്കറ്റ് അടുത്തിടയ്ക്ക് ഇത്രയധികം റിക്കവർ ചെയ്തതിൻ്റെ, റാലി ചെയ്തതിൻ്റെയും ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ചില കാര്യങ്ങളൊരു അൺസേൺഡ് ഇല്ല. അവരുടെ ഭാഗത്തുള്ള ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ചില സെക്ടർ വൈസ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും ബാക്കി ഒരു ജാഗ്രത എടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ FIS 760 കോടിക്ക് സെല് ചെയ്തിട്ടുണ്ട്. അന്ന് DISും 1029 കോടി രൂപയുടെ സെല്ലിങ്ങാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജൂലൈയിൽ ഇതുവരെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ 5 ദിവസം FIS സെല്ലിംഗ് ആയിരുന്നു. വലിയൊരു സെല്ലിങ്ങിൽ 1000-1200 കോടി, 1500 ആ റേഞ്ചിൽ തന്നെയാണ്. അപ്പം 5773 കോടി രൂപയുടെ നെറ്റ് സെല്ലിങ്ങിലാണ് ഇപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നിൽക്കുന്നത്. ഏപ്രിലും മെയിലും ജൂണിലും മന്ത്ലി നോക്കുമ്പോൾ നെറ്റ് ബയേഴ്സ് നിന്നിടത്താണ് ഇപ്പോൾ ഇതുവരെയുള്ള ജൂലൈയിലെ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെയുള്ള ഘട്ടത്തിൽ നോക്കുമ്പോൾ നെറ്റ് സെല്ലിങ്ങിലോട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഗ്ലോബൽ ഫാക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ FISൻ്റെ ഭാഗത്തൊരു സെല്ലിംഗ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിന് മുന്നോട്ടുള്ളൊരു പോക്കിനെ ഒരു തടയിടാവുന്നൊരു ഘടകമാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ഒരു തണുപ്പിക്കാവുന്നൊരു ഘടകം തന്നെയാണ്. അപ്പം പ്രധാനമായിട്ടും 2 ഘടകങ്ങൾ തന്നെയാണ് FISനെ വറി ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ FISും വിദേശ നിക്ഷേപം ഉറ്റുനോക്കുന്ന, ഒന്ന് ഇന്ത്യ US ട്രേഡിൽ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി, രണ്ടാമത് Q1 റിസൾട്ട്, ഒന്നാം പാദഫലങ്ങളും തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫേവറബിൾ ഒരു ഡീൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ
അതേപോലെ ഇന്ത്യ യു എസും തമ്മിലൊരു ഈ ജൂലൈ 9 മുന്നേ ഒരു ഫേവറബിൾ ഡീൽ സംബന്ധിച്ചുള്ളൊരു വാർത്ത വരുന്നുണ്ടെങ്കിൽ അത് FISൻ്റെ ഈ സെല്ലിംഗ് പ്രഷർ മാറ്റുന്നൊരു വലിയൊരു ഘടകം തന്നെയാണ്. അത് മാർക്കറ്റിനെ സ്റ്റെബിലിറ്റി തരുന്ന ഒരു ഘടകമാണ്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ട്സും നമുക്ക് ബെറ്റർ ആണെങ്കിൽ ഒരു ഏണിങ്സ് റിക്കവറിക്കുള്ളൊരു ക്ലൂ അല്ലെങ്കിൽ സൂചന നൽകുന്നുണ്ടെങ്കിൽ അതും FISൻ്റെ സെല്ലിംഗ് പ്രഷറിനെ കുറയ്ക്കുന്ന ഒരു ഘടകമാണ്. അത് ഒരു പോസിറ്റീവായിട്ട് FISും എടുക്കും. അപ്പം ഈ ഇന്ത്യ US ട്രേഡിൽ സംബന്ധിച്ച് ഇതിലെ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടാതിരിക്കുക Q1 റിസൾട്ട് മോശമായുള്ള FISനെ വീണ്ടും സെല്ലിങ്ങിന് പ്രേരിപ്പിക്കുന്ന ഘടകമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതുപോലെയാണ് അതിനേക്കാളും ഒരു ക്വാണ്ടം ഓഫ് സെല്ലിംഗ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റ് വരിക. ഏതായാലും FIS ഒക്കെ വളരെ ശക്തമായ വിൽപ്പന സമ്മർദ്ദം ഉയർത്തിയിട്ടുള്ള മുൻകാലങ്ങളിലൊക്കെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ്. അപ്പം അവർ ആ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ത്യ US ട്രേഡിലും Q1 റിസൾട്ടുമാണ് വിദേശ നിക്ഷേപയുടെ വിൽപ്പന സമ്മർദ്ദത്തെ സംബന്ധിച്ച് നിർണായകമായുള്ള ഘടകങ്ങൾ. ഇനി 5 US മാർക്കറ്റ് നമുക്ക് ഈ ഒരു ആഴ്ച ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചും ഒരു നിർണായകമായ ഘടകം അല്ലെങ്കിൽ സ്വാധീനിക ഘടകമായി മാറും. വെള്ളിയാഴ്ച ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനമായിരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഹോൾഡേ ആയിരുന്നു. അപ്പോൾ വ്യാഴാഴ്ചയാണ് നേട്ടത്തോടെയാണ് US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മൺഡേ ഓപ്പണിങ്ങിനെ സംബന്ധിച്ചും ഒരു ക്ലൂ അതിൻ്റെ ഒരു ബേസിൽ ക്ലൂ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സിൻ്റെ ഒരു ഓപ്പണിങ്ങും ആകും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഓപ്പണിങ്ങിനുള്ളൊരു ഒരു സ്വാധീനിക്കുന്നൊരു ഘടകമായി മാറുക. എന്തായാലും അവിടെ നാസ്ഡാക്കും S&Pയും റെക്കോർഡ് ഹൈ ക്ലോസിങ്ങിലാണ് ഉള്ളത്. നമ്മളും ഇന്ത്യൻ മാർക്കറ്റും ഒരു പുതിയ സർവകാല റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ന്യൂ ഓൾ ടൈം ഹൈയുടെ കയ്യകലത്തിൽ നിൽക്കുന്നൊരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മളുള്ളത്. ഒരു വലിയ ദൂരത്തിലൊന്നുമല്ല, വെറും 800-850 പോയിൻ്റ് പോയി ചെന്നാൽ നമ്മുടെ ഒരു പുതിയ ഹൈയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും മദർ മാർക്കറ്റ് US ആണ്. അപ്പോൾ US മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നമ്മളെ സ്വാധീനിക്കാതെ മിക്കപ്പോഴും നമ്മളൊരു ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിലും S&Pയുടെ ഒരു മൂവ്മെൻറ്റുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഇത് ലോങ് ടൈമിൽ നോക്കുമ്പോൾ S&P ആയിട്ട് ചേർന്ന് പോകുന്നൊരു പ്രകടനമാണ് നിഫ്റ്റിയും കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവ് സ്വാധീന ഘടകമാണ്. വ്യാഴാഴ്ച നാസ്ഡാക്കും S&P അടുത്ത പ്രധാനപ്പെട്ട 2 ഇൻഡെക്സുകളും റെക്കോർഡ് ഹൈ ആയിരുന്നു. ഡൗ ജോൺസിന് ഒരു പുതിയൊരു റെക്കോർഡ് ഹൈയുടെ തൊട്ടടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഡീലിനെ സംബന്ധിച്ചുള്ള കാര്യം ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വിഷയങ്ങൾ അവിടെ സ്വാധീനിക്കാവുന്നതാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ഇതിൽ എന്തായാലും US മാർക്കറ്റിൻ്റെ ഈ ഒരാഴ്ചത്തെ പെർഫോമൻസ് നമ്മളെ സ്വാധീനിക്കുന്ന ഘടകമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റുകളിലെ വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഒരു 6ാമത്തെ ഘടകമായി ഏറ്റവും അവസാനം സൂചിപ്പിക്കാനുള്ളത് റുപ്പിയും ഡോളറും തമ്മിലുള്ള ഒരു വിനിമയ നിരക്കിൻ്റെ സ്വാധീനങ്ങളാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഇന്ത്യൻ റുപ്പി ഒരു മ്യൂട്ടഡ് പ്രൈസ് ആക്ഷൻ നമുക്ക് കാണാൻ കഴിയുക. ഒരു വളരെ വലിയ കാര്യമായ മാറ്റങ്ങളില്ലാതാണ് ആഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡോളറിനെതിരെ 85.39 എന്നുള്ള നിലവാരത്തിലാണ് രൂപ ക്ലോസ് ചെയ്തേക്കുന്നത്. വീക്കിലി നോക്കുമ്പോൾ ഡെയിലി ബേസിൽ നോക്കുമ്പോഴും 0.1% ആണ് ഒരു ഡൗൺ എന്ന് പറയാൻ കഴിയുക. കാര്യമായ മാറ്റങ്ങളില്ല എന്നൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇവിടെയും ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യത്തെയും നിർണ്ണയിക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ US ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റിയാണ്. അപ്പം ഇന്ത്യ US വ്യാപാരക്കാരെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഔട്ട്കം വരുന്നുണ്ടെങ്കിൽ അത് ഡോളറിനെതിരെ രൂപയുടെ വിനിമയ മൂല്യം ശക്തമാക്കുന്നൊരു ഘടകമായി മാറും. അപ്പോൾ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ FISൻ്റെ സെല്ലിങ്ങിനെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ് രൂപയുടെ വിനിമയ മൂല്യം ശക്തിപ്പെടുക അല്ലെങ്കിൽ രൂപ സ്ട്രെങ്തൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഈ US ഇന്ത്യ ട്രേഡ് ഡീൽ സംബന്ധിച്ചുള്ള വാർത്തകളാകും രൂപയും ഇന്ത്യൻ ഡോളറിനെതിരെ രൂപയുടെ വിനിമയ മൂല്യത്തെ സ്വാധീനിക്കാൻ പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ രൂപയുടെ ഈ ഒരാഴ്ചത്തെ ഒരു നീക്കുപോക്കുകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ 85.25 വരെത്തേക്ക് എത്തിയിരുന്നു. മീൻസ് നില മെച്ചപ്പെടുത്തിയിരുന്നു. ഒരു മാസത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് വരെ എത്തിയിരുന്നു. പക്ഷേ US വ്യാഴാഴ്ച അന്നത്തെ വൈകിട്ട് US ഒരു ബെറ്റർ ദൻ എക്സ്പെക്റ്റഡ് ലേബർ മാർക്കറ്റ് ഡേറ്റ വന്നതോടുകൂടി തന്നെ ഡോളർ വീണ്ടും ശക്തമായതാണ് രൂപയെ വീണ്ടും 85.39 താഴ്ത്തിയത്. അപ്പോൾ എന്തായാലും പിന്നെ ഇതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു റുട്ടീനായിട്ടുള്ള ഇമ്പോർട്ടേഴ്സിൻ്റെ ഭാഗത്തൊരു ഡിമാൻഡും ഉണ്ട്. അതും പിന്നെ ഈ ഒരു സെഷനിൽ ഒരു ചെറിയ രീതിയിലൊരു സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ US ട്രേഡ് ഡീൽ സംബന്ധിച്ചുള്ള ഔട്ട്കം വരിക എന്നുള്ളത് ഫേവറബിൾ ആണെങ്കിൽ രൂപ വീണ്ടും ശക്തമാകും. 85-30 എന്നുള്ള റീസെൻ്റ് വന്നിട്ടുള്ള അതിനേക്കാളും നില മെച്ചപ്പെടുത്തി 85 താഴേക്ക് രീതിയിൽ രൂപ ശക്തമാകുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച്
പോസിറ്റീവ് ഘടകമാണ് വിദേശ നിക്ഷേപകർ സെല്ലിങ്ങിനെയും ഒരു പരിധിയിൽ തടയിടുന്നൊരു ഘടകമായി മാറും. അപ്പോൾ ഇത്തരം 6 ഘടകങ്ങളാണ് ഈ ഒരാഴ്ചത്തേക്ക് പറയാനുള്ളത്. ഞാൻ സെബി രജിസ്റ്റർ അനലിസ്റ്റ് ഒന്നുമില്ല. മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഒരു അക്കാഡമിക് പ്രോസസ് ഷെയർ ചെയ്ത് മാത്രം. എല്ലാവർക്കും വരുന്നൊരാഴ്ച നല്ലതാകട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.